8.4 കോടി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു അൺക്യാപ്ഡ് താരത്തിനായി ചെന്നൈ സൂപ്പർ കിങ്സ് 2024 മുടക്കിയ തുക കണ്ട് പലരും മൂക്കത്ത് വിരൽ വെച്ചു. സമീർ റിസ്വി എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് അന്നത്രക്ക് സുപരിചിതമായിരുന്നില്ല. ചെന്നൈയിൽ സുരേഷ് റെയ്ന ഒഴിച്ചിട്ട് വിടവ് നികത്താൻ ഏറെക്കാലത്തിന് ശേഷം ഇതാ ഒരാൾ എത്തിയിരിക്കുന്നു. CSK ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് റിസ്വിയെ വരവേറ്റത്. ഉത്തർപ്രദേശ് T20 ലീഗിൽ റിസ്വി നിറഞ്ഞാടുന്ന കാലമായിരുന്നു അത്. സ്പിന്നിനെ ബയലേശമന്യെ നേരിടുന്ന ഒരു 20-കാരൻ പയ്യൻ. റൈറ്റ് ഹാൻഡഡ് സുരേഷ് റെയ്ന എന്നാണ് അയാൾക്ക് അക്കാലത്തുണ്ടായിരുന്ന വിളിപ്പേര്. IPL താൻ നേരിട്ട ആദ്യ പന്തിനെ തന്നെ സിക്സർ പായിച്ചാണ് റിസ്വി വരവറിയിച്ചത്, അതും റാഷിദ് ഖാനെതിരെ. എന്നാൽ ഹൈപ്പിനുള്ള പ്രകടനമൊന്നും അരങ്ങേറ്റ സീസണിൽ റിസ്വിയിൽ നിന്ന് ആരാധകർക്ക് ലഭിച്ചില്ല. ചെന്നൈ നിരയിൽ നമ്പർ 6 റോളിൽ കളത്തിറങ്ങിക്കൊണ്ടിരുന്ന റിസ്വി 8 മത്സരങ്ങളിൽ നിന്ന് ആകെ 51 റൺസാണ് അടിച്ചെടുത്തത്. മോശം ഫോമിനെ തുടർന്ന് അവസരങ്ങളും കുറഞ്ഞു. 2025 മെഗാ ഓപ്ഷനിൽ 1 കോടി തികച്ചു കെട്ടിക്കിട്ടില്ല റിസ്വിക്ക്. 8 കോടിക്ക് ടീമിലെത്തിയ മുതലിനെ പിന്നീട് വെറും 95 ലക്ഷത്തിനാണ് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയത്. ഡൽഹിയിൽ ആദ്യ സീസണിൽ കളത്തിലിറങ്ങിയത് വെറും 4 ഇന്നിംഗ്സുകളിൽ, സ്കോർ ചെയ്ത് 121 റൺസ്. എന്നാൽ സീസണിലെ അവസാന മത്സരത്തിൽ പഞ്ചാബിനെതിരെ 25 പന്തിൽ 58 റൺസുമായി ഒരു വലിയ ചേസിന് നേതൃത്വം കൊടുത്ത റിസ്വി തൻ്റെ ഉള്ളിൽ ഒരു കനൽ ഇപ്പോഴും എരിഞ്ഞു കത്തുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. മിനി ഓപ്ഷന് മുമ്പ് ഡൽഹി റിസ്വിയെ അതേ തുകക്ക് നിലനിർത്തി. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഈ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസ് കളിച്ച 2 മത്സരവും ജയിച്ചു കഴിഞ്ഞു. 2ലും മാൻ ഓഫ് ദ മാച്ച് ആരെന്നറിയുമോ? 22-കാരൻ സമീർ റിസ്വി. ആദ്യ മത്സരത്തിൽ ലക്നൌവിനെതിരെ കരുൺ നായരും അശുതോഷ് ശർമ്മയുമൊക്കെ ആവനാഴിയിൽ ഉണ്ടായിട്ടും ഇമ്പാക്ട് പ്ലെയർ റോളിൽ റിസ്വി ഇറക്കാനായിരുന്നു ഹേമന്ത് ബദാനിയുടെ തീരുമാനം. അന്ന് ബാറ്റിങ്ങിനിറങ്ങാൻ ഒരുങ്ങിയ ഡേവിഡ് മില്ലറെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഓടി വന്ന് തിരിച്ചു വിളിച്ച് സ്റ്റെപ്സിനെ മൈതാനത്തേക്ക് പറഞ്ഞു വിട്ടതും ബദാനിയായിരുന്നു. ഈ 2 തീരുമാനങ്ങളും ആ കളിയുടെ വിധിയിൽ നിർണായകമായി. റിസ്വി 47 പന്തിൽ 70 റൺസുമായി അന്ന് പുറത്താകാതെ ഡൽഹിയെ വിജയതീരമടച്ചു. ഇന്നലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മുംബൈക്കെതിരെയും റിസ്വി തന്നെയായിരുന്നു ഇമ്പാക്ട് പ്ലെയർ റോളിലെത്തിയത്. വീണ്ടും ഒരു ഇമ്പാക്ട് ഫുൾ ഷോ. ഡൽഹിയിലെ സ്ലോവർ സർഫേസിൽ സ്കോർ ബോർഡിൽ 2 അക്കം തെളിയുന്നതിന് മുമ്പേ KL രാഹുലും നിതീഷ് റാണയും വീഴുന്നു. സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു തോൽവി മണത്ത ഡൽഹിയെ പിന്നെ 11 നിസ്സംഗയും റിസ്വിയും ചേർന്ന് കരകയറ്റുന്നതാണ് കണ്ടത്. പവർ പ്ലേയിൽ നിസ്സംഗയാണ് ഡൽഹിയെ തോളിലെത്തിയത്. റിസ്വി അയാൾക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. ബുംറയുടെ 6ാം ഓവർ ബൗണ്ടറികളില്ലാതെ അവസാനിക്കുമ്പോൾ 42-2 എന്ന നിലയിലായിരുന്നു ഡൽഹി. 7 പന്ത് നേരിട്ട് കഴിഞ്ഞ റിസ്വിയുടെ സ്കോർ അപ്പോൾ വെറും 3. ലക്നൌവിനെതിരെയും സമാനമായിരുന്നു കാര്യങ്ങൾ. ഏകന സ്റ്റേഡിയത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ തന്നെ അയാൾ 9 പന്തോളം എടുത്തിരുന്നു. ഇന്നലെ സാന്നറിനെതിരെ 7ാം ഓവറിൽ ബൗണ്ടറി അടിച്ച് റിസ്വി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ സൂചനകൾ നൽകി. 9ാം ഓവറിൽ കോർബിൻ ബോഷിനെതിരെ സ്ക്വയർ ലെഗിന് മുകളിലൂടെ പായിച്ച സിക്സർ പ്യുവർ റിസ്ക് വർക്കിനുള്ള ഉദാഹരണമായിരുന്നു. റിസ്വിയുടെ ബാറ്റിൻ്റെ ചൂട് ഇന്നലെ ആവോളം അറിഞ്ഞത് കോർബിൻ ബോഷാണ്. ബോഷ് എറിഞ്ഞ 11ാം ഓവറിൽ റിസ്വി ടോപ്പ് ഗിയറിലായി. 2 സിക്സും 2 ഫോറുമാണ് ആ ഓവറിൽ അയാൾ പായിച്ചത്. തൊട്ടടുത്ത ഓവറിൽ മായങ്ക് മാർക്കണ്ടേക്കും കിട്ടി 2 സിക്സർ. പിന്നെ ചഹാറും ഷർദുൽ താക്കൂറും ഒക്കെ റിസ്വിയുടെ കയ്യിൽ നിന്ന് അടിവാങ്ങി. 17ാം ഓവറിൽ കോർബിൻ ബോഷിന് തന്നെ വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ 51 പന്തിൽ 90 റൺസായിരുന്നു റിസ്വിയുടെ സമ്പാദ്യം. ബോളർമാരെ അകമടിഞ്ഞു പിന്തുണച്ച സർഫേസിൽ മുംബൈ ബാറ്റിംഗ് നിര കളിയിലാകെ 4 സിക്സറാണ് പായിച്ചത്. അതേസമയം ഡൽഹി നിരയിൽ റിസ്വിയുടെ ബാറ്റിൽ നിന്ന് മാത്രം പിറന്നത് 7 സിക്സും 7 ഫോറുമാണ്. 176 സ്ട്രൈക്ക് റേറ്റിലാണ് യുവതാരം ബാറ്റ് വീശിയത്. സ്പിൻ ബാഷർ എന്ന പേരിൽ അറിയപ്പെട്ടപ്പോഴൊക്കെ പേസിനെ നേരിടുന്നതിൽ റിസ്വിക്കുള്ള ദൗർബല്യങ്ങളെ പലരും നേരത്തെ തന്നെ തെളിവുകൾ നിരത്തി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അയാൾ എത്രമേൽ ഹോംവർക്ക് ചെയ്താണ് ഈ സീസൺ എത്തിയത് എന്ന് ഇന്നലത്തെ മത്സരം ബോധ്യപ്പെടുത്തി. മുംബൈക്കെതിരെ റിസ്വി അടിച്ചെടുത്ത 90-ൽ 63 റൺസും പിറന്നത് പേസിനെതിരെയാണ്. 5 സിക്സും 5 ഫോറും സഹിതം പേസർമാർക്കെതിരെ 190 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് അയാൾ ഇന്നലെ ബാറ്റ് വീശിയത്. മത്സരശേഷം ഇതിനെക്കുറിച്ച് വാചാലനാകുന്നുണ്ട് റിസ്വി. മുൻ സീസണുകളിൽ പേസിനെതിരെ ഞാൻ നന്നായി സ്ട്രഗിൾ ചെയ്തിരുന്നു. ഇക്കുറി ആ ത്രെട്ട് മറികടക്കാൻ ഏറെ കഠിനാധ്വാനം ചെയ്തു. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. റിസ്വി ഏറെ സന്തോഷത്തോടെയാണ് ഇത് പറഞ്ഞു നിർത്തിയത്. നമ്പർ 4 റോളിൽ നിന്ന് റിസ്വിയെ മാറ്റുന്നതിനെ കുറിച്ച ഒരു ആലോചന ഡൽഹി ഇനി നടത്തില്ല എന്നുറപ്പാണ്. ടീം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന നേരത്താണ് 2 മത്സരങ്ങളിലും റിസ്വി ക്രീസിലെത്തുന്നത്. ലക്നൌവിനെതിരെ ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റ് വരെ നഷ്ടമായിരുന്നു ഡൽഹിക്ക്. എന്നാൽ പിന്നീട് സ്റ്റബ്സിനെ കൂട്ടുപിടിച്ച് റിസ്വി കളിയുടെ ഗതി തിരിച്ചു. ഇന്നലെ മത്സരശേഷം കളി തങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത് റിസ്വിയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് സൂര്യകുമാർ യാദവ്. 7 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ നഷ്ടമായി. ടീം പ്രഷർ സിറ്റുവേഷനിൽ നിൽക്കെ ഒരു യുവതാരം വന്ന് ടീമിനെ തോളിലേറ്റി വിജയതീരമടക്കുന്നു. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് റിസ്വിക്കുള്ളതാണ്. സ്കൈ പറഞ്ഞു നിർത്തി.
2025 ഉത്തർപ്രദേശ് T20 ലീഗിൽ മിന്നും ഫോമിലായിരുന്നു റിസ്വി. 10 ഇന്നിങ്സുകളിൽ നിന്ന് 5 അർദ്ധ സെഞ്ചുറികളടക്കം 491 റൺസാണ് താരം സീസണിൽ ആകെ അടിച്ചെടുത്തത്. 161 സ്ട്രൈക്ക് റേറ്റ്. ടൂർണമെൻറ്റിലെ റൺവേട്ടക്കാരിൽ രണ്ടാമനായിരുന്നു റിസ്വി. 36 സിക്സറുകളാണ് താരം ആകെ പായിച്ചത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 7 മത്സരങ്ങളിൽ നിന്ന് 191 റൺസായിരുന്നു സമ്പാദ്യം. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൂടെ തന്നെ രാഗിമിനുക്കിയെടുത്ത റിസ്വി പുത്തൻ ഊർജ്ജവുമായാണ് ഇക്കുറി IPL എത്തുന്നത്. 2 മത്സരങ്ങളിലും ഇമ്പാക്ട് പ്ലെയറായെത്തി പ്ലെയർ ഓഫ് ദ മാച്ചായി അയാൾ കളികൾ അവസാനിപ്പിക്കുന്നു. ചെന്നൈ ആരാധകർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും വിട്ടുകളയേണ്ടതില്ലായിരുന്നു എന്ന്.